ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ആര്യ. അപ്പം നമ്മൾ സാരി വെട്ടിയ ഒരു അംബ്രല്ല ടോപ്പ് തയ്ക്കാൻ പോവുകയാണ്. അപ്പം സാരിയുടെ എല്ലാ ഭാഗവും നമുക്കിതിന് വേണ്ട. നമുക്ക് അളവിനാവശ്യമുള്ളത് മാത്രം 4 ഭാഗമായിട്ടെടുത്ത് വെട്ടി എടുക്കുക. ബാക്കി ഭാഗം നമുക്ക് വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ഇങ്ങനെ 4 വശം കിട്ടുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അളവുടുപ്പ് തന്നിട്ടുണ്ട്. ആ അളവ് ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ആ അളവുടുപ്പ് മുകളിൽ വെച്ചിട്ട് വെട്ടി എടുത്താൽ മതിയാകും. അപ്പം നമുക്ക് 2 പോർഷൻ തുണി ഇങ്ങനെ കിട്ടും. ഓക്കെ, എന്നിട്ട് ഫസ്റ്റ് നമ്മൾ വീനെക്കാണ് ചെയ്യുന്നത്. ഫ്രണ്ടിൽ വീനെക്കിൽ ഞാനൊരു കരഭാഗം എടുത്ത് വെച്ചിട്ട് അവിടെ വി കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് വെട്ടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ഭാഗം നമുക്കതിന് വേണം. പിന്നെ ബാക്കിൽ ഞാൻ 3 ഇഞ്ച് വീതിയും 4 ഇഞ്ച് നീളത്തിലുമാണ് വെട്ടിയെടുക്കുന്നത്. റൗണ്ട് നെക്കാണ്. കൈ വെട്ടിയെടുത്തിട്ടുണ്ട്. കയ്യിലും ഞാനൊരു കര കൊടുക്കുന്നുണ്ട്. ഓക്കെ, ലൈനിങ് നമ്മൾ ഇങ്ങനെ മുകളിൽ വിരിച്ച് വെച്ചതിന് ശേഷം വെട്ടിയെടുക്കേണ്ടതാണ്. ഇങ്ങനെ വെട്ടിയെടുക്കുക. ഇങ്ങനെ വെട്ടിയെടുക്കണം ലൈനിങ്ങിൻ്റെ ഭാഗം. അപ്പം നമുക്കിങ്ങനെ കിട്ടും. വീനെക്കാണ്. അപ്പം ആദ്യം നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നത്. ഫ്രണ്ടിൽ ലൈനിങ് അറ്റാച്ച് ചെയ്യാനായിട്ട് നമ്മളെപ്പോഴും നല്ല വശത്ത് വെച്ച് ലൈനിങ് സ്റ്റിച്ച് ചെയ്തിട്ട് അകത്തോട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ തിരിച്ചിട്ടിട്ട് നല്ല വശത്ത് നിന്നും അകത്തോട്ടാണ് ലൈനിങ് എപ്പോഴും അറ്റാച്ച് ചെയ്യേണ്ടത്. അപ്പം നമ്മളിങ്ങനെ വി നെക്കിൻ്റെ 1/2 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ലൈനിങ്ങിൻ്റെ ഭാഗമെല്ലാം വെട്ടിക്കളഞ്ഞ് ആ 1/2 ഇഞ്ച് വീതി ഭാഗത്ത് നമ്മൾ ചെറിയ കട്ടിങ് കൊടുക്കണം. എന്നിട്ട് വേണം വി നെക്ക് തിരിച്ചിടാനായിട്ട്. ഇങ്ങനെ ചുറ്റും വെട്ടിക്കൊടുക്കുക. സ്റ്റിച്ചൊന്നും ഒരിക്കലും പൊട്ടിപ്പോകാൻ പാടില്ല. അങ്ങനെ വേണം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. തിരിച്ചിട്ടതിന് ശേഷം വേണം നമ്മൾ കര വെച്ചിട്ട് ഒരു വീനെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ അടിയിലത്തെ ഭാഗത്തായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഈ വീനെക്കിൻ്റെ ഞാൻ അടിക്കുന്നില്ല. അപ്പോൾ 1/2 ഇഞ്ച് വീതിയിൽ ഞാനിങ്ങനെ ചെറിയ വര കൊടുത്തിട്ട് ആ വീനെക്കിൽ ജോയിൻ ചെയ്ത് 2 ഭാഗവും എടുക്കുന്നുണ്ട്. ഇങ്ങനെ അടിഭാഗത്ത് വരെയും 1/2 ഇഞ്ച് അടയാളപ്പെടുത്തണം. എന്നിട്ട് അതിനെ ജോയിൻ ചെയ്ത് എടുക്കുക. 2 ഭാഗത്തും ഇങ്ങനെ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ഓക്കെ, ഇപ്പം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമ്മളിതിനെ അടിഭാഗത്ത് വെച്ചിട്ടാണ്, നമ്മുടെ നല്ല തുണിയുടെ അടിയിലത്തെ ഭാഗത്ത് വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കേണ്ടത്. ആ 1/2 ഇഞ്ച് ലൈൻ വരച്ചിട്ടുള്ളതിൻ്റെ ആ ലൈനിൽ കൂടി വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ബാക്കിയുള്ള ഭാഗമൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് ഇങ്ങനെ തുണിയൊട്ടും നീങ്ങിപ്പോകാത്ത രീതിയിൽ പതിയെ ആ ലൈനിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്യുക. വീനെക്കായതുകൊണ്ട് തന്നെ സെൻറ്റർ ഭാഗം വരുമ്പോൾ നമ്മൾ സൂചി കുത്തി നിർത്തിയിട്ട് പ്രസ്സർ പൊക്കി വെച്ച് വേണം ബാക്കി അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെ കിട്ടും. ഇതാണ് ഫ്രണ്ട് ലുക്ക്. ഓക്കെ, ഇപ്പം നമ്മുടെ ബാക്കിലത്തെ പോർഷനാണ്. റൗണ്ട് നെക്കാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളെപ്പോഴും 1/2 ഇഞ്ച് വീതിയിൽ വേണം ഇത് റൗണ്ടായിട്ട്
സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. നല്ല ഭാഗത്ത് നിന്നും ഉള്ളിലേക്ക് വേണം ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ. നല്ല ഭാഗത്ത് വേണം ലൈനിങ് വച്ച് പിടിപ്പിച്ചിട്ട് കട്ട് ചെയ്ത് തിരിച്ചിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലൈനിങ് ഉള്ളിലേക്ക് പോകും. ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ നെക്ക് നമ്മൾ ഫിനിഷ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. നമുക്കിനി ഷോൾഡർ ജോയിനിങ് ആണ് ചെയ്യേണ്ടത്. അതിനായിട്ട് നമ്മൾ നല്ല വശവും ചേർത്ത് വയ്ക്കുക. ബാക്കിൻ്റെയും ഫ്രണ്ടിൻ്റെയും പോർഷൻ്റെ നല്ല വശം രണ്ടും ചേർത്ത് വെച്ചതിന് ശേഷം ബാക്കിലത്തെ ലൈനിങ് ഫ്രണ്ടിലേക്കിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ബാക്കിലത്തെ ലൈനിങ് നമ്മൾ ഫ്രണ്ടിലോട്ട് ഇടണം. ഇങ്ങനെ ഇടുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അതായത് നമ്മുടെ ഫ്രണ്ട് പോർഷൻ എപ്പോഴും ബാക്കിലത്തെ പോർഷൻ്റെ ലൈനിങ്ങിൻ്റെയും നല്ല തുണിയുടെയും ഇടയിൽ വരണം. എന്നിട്ട് വേണം നമ്മൾ അതിന് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാനായിട്ട്. അങ്ങനെ രണ്ട് ഷോൾഡറും നമ്മൾ 1/2 ഇഞ്ച് വലിപ്പത്തിൽ വീതിയിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് തിരിച്ചിടുമ്പോൾ നല്ലൊരു ഫിനിഷിങ്ങോട് കൂടിയ ഷോൾഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പം ബിഗിനേഴ്സിനൊക്കെ ഇത്തിരി പാടുള്ള കാര്യമാണിത്. ഓക്കെ, അപ്പോൾ നമ്മളിത് തിരിച്ചിട്ടതിന് ശേഷം ബാക്ക് നെക്ക് അടിച്ച് ഫിനിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഹെമ്മിങ്ങും ചെയ്യാം. ഞാനിവിടെ സ്റ്റിച്ചാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും പോർഷൻ നമ്മളിങ്ങനെ ജോയിൻ ചെയ്തെടുക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടതാണ് കൈ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം എൻ്റെ ചാനൽ കാണുന്ന എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി കൈ ജോയിനിങ് ആണ് ചെയ്യേണ്ടത്. അതിനായിട്ട് ഞാൻ 2 കൈയിലും വയ്ക്കാനായിട്ട് കരയുടെ ഭാഗം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് 2 ആയിട്ട് മടക്കി അതിൻ്റെ അരിവ് ഭാഗം ഞാൻ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ തുണി നമുക്ക് വളയും ഒന്നും ചെയ്യില്ല. എന്നിട്ട് ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഏറ്റവും താഴത്തെ പോർഷനുമായിട്ട് ചേർത്ത് വെച്ച് ആ സ്റ്റിച്ചിൽ കൂടെ തന്നെ മാക്സിമം അടിച്ചു പോകാൻ നോക്കുക. എന്നിട്ട് അതിനെ തിരിച്ചിട്ടിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നല്ലൊരു ഫിനിഷിങ് ലുക്ക് നമുക്ക് കിട്ടും. തിരിച്ച് വെച്ച് അടിച്ച് പതിപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കൈയുടെ അവസാന ഭാഗത്ത് നമുക്കൊരിക്കലും സ്റ്റിച്ചിങ് ഒന്നും വരില്ല. നല്ലൊരു ഫിനിഷിങ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തിരിക്കുന്ന കൈയുടെ ലുക്ക്. ഇപ്പോൾ 2 ഭാഗവും നമ്മളിങ്ങനെ ചെയ്തെടുക്കണം. എന്നിട്ട് സെൻറ്റർ ഭാഗം നമ്മൾ പിടിച്ചിട്ട് ഒരു ചെറിയ കട്ടിങ് കൊടുത്തിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമ്മൾ കൈ ജോയിനിങ് ആണ് ചെയ്യുന്നത്. തുണി നമ്മളിങ്ങനെ വിരിച്ചിട്ടിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും ജോയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഭാഗം അവിടുന്ന് വേണം നമ്മൾ സ്റ്റിച്ച് തുടങ്ങാൻ. അപ്പം നമ്മൾ ആ കട്ട് ചെയ്തെടുത്ത ഭാഗത്ത് അവിടുന്ന് തുടങ്ങണം. ആ സെൻറ്റർ ഭാഗം വെച്ച് തന്നെ തുടങ്ങാൻ ശ്രമിക്കണം. ആദ്യം ഒരു ഭാഗം അടിച്ചതിന് ശേഷം തിരിച്ചിട്ട് വേണം അടുത്ത ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. 2 ഭാഗവും ഇങ്ങനെ ചെയ്ത് കൈ നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാവുന്നതാണ്. പതിയെ നമ്മളിങ്ങനെ ആം ഹോൾ ആയതുകൊണ്ട് തന്നെ വളച്ച് പതിയെ വേണം ചെയ്യാൻ. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ചുളിവുകളും മടക്കുകളും ഒക്കെ വരാൻ സാധ്യതയുണ്ട്.
ഓക്കെ, അപ്പം നമ്മൾ കൈ രണ്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലുക്ക്. അപ്പം അടയാളപ്പെടുത്തുക, നമ്മൾ അളവുകളെല്ലാം നല്ലതുപോലെ അടയാളപ്പെടുത്തി വച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഞാനിവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അംബ്രല്ല ടോപ്പ് ആയതുകൊണ്ട് തന്നെ അങ്ങറ്റം വരെയും നമുക്കിങ്ങനെ അടയാളത്തിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഞാനിങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. രണ്ട് ഭാഗവും നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ട് ഭാഗവും ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ള ലുക്കാണ് കാണുന്നത്. ഇതാണ് നമ്മുടെ അംബ്രല്ല ടോപ്പ്. നമുക്ക് തിരിച്ചിടാം. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. സിമ്പിളായിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.